എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ജർമ്മനിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരമായ ഉപ്പർതാലിലേക്കാണ്. ഉപ്പർതാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പാലത്തിൽ കൂടി തൂങ്ങി ഓടുന്ന ട്രെയിൻ ഉണ്ട്. അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. പോവാം. ഇന്ന് നല്ല വെതറാണ്. നല്ല വെതർ എന്ന് പറഞ്ഞാൽ വെയിലുണ്ട്, പക്ഷെ 1 ഡിഗ്രിയാണ് പുറത്ത്. നല്ല തണുപ്പാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഉപ്പർതാലിലേക്ക് 28 കിലോമീറ്റർ ആണ്. ഏകദേശം ഒരു അരമണിക്കൂറിൽ അവിടെ എത്തും. ഉപ്പർതാൽ എന്ന് പറയുന്നത് ഒരു കുന്നും മലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും ഇറങ്ങി കയറിയൊക്കെയാണ് നമ്മൾ ഈ റോഡ് പോണത്. ഉപ്പർതാലിൽ ശരിക്കും വണ്ടി ഓടിക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഡിസൽഡോഫിൽ ടേബിൾ ടോപ്പ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. ഉപ്പർതാൽ കുറച്ചുകൂടി ഹില്ലി ആയതുകൊണ്ട് കുറച്ച് കയറ്റവും വളവും ഇറക്കമൊക്കെ ഉണ്ട്. ഒരു രസമുള്ള സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഹാങ്ങിങ് ട്രെയിനാണ് ഉപ്പർതാലിലേത്. വരുന്നുണ്ട്. ഉപ്പർ എന്ന നദിയുടെ തീരത്തായിട്ടാണ് ഈ നഗരം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ആ നഗരത്തിന് മുകളിലൂടെയാണ് ഈ ട്രെയിൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഇതൊരു പൊതുഗതാഗത സംവിധാനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വിനോദസഞ്ചാരത്തിനും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ട്രെയിനിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 20 സ്റ്റേഷനാണ് ടോട്ടലായിട്ടുള്ളത്. കുറച്ച് സമയം നമ്മൾ റോഡിന് മുകളിലൂടെ ആയിരിക്കും പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ നദിയുടെ മുകളിലൂടെ ആവും. നമ്മൾ ഈ കാണുന്ന നദിയാണ് വുപ്പർ. വുപ്പറിൻ്റെ തീരത്തായിട്ട് കിടക്കുന്ന സിറ്റി ആയതുകൊണ്ടാണ് ഇതിനെ ഉപ്പർതാൽ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഒരു പൊതുഗതാഗത സംവിധാനത്തെ പറ്റി ആലോചിച്ച സമയത്ത് റോഡിലൂടെയുള്ള ട്രാം സംവിധാനം നടപ്പാക്കാൻ കഴിയില്ലായിരുന്നു. കാരണം സ്ഥലപരിമിതിയായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി സ്ഥലം ഏറ്റെടുക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഈ നദിക്ക് മുകളിലൂടെ എന്തുകൊണ്ട് ഒരു ഹാങ്ങിങ് ട്രെയിൻ കൊണ്ടുവന്നുകൂടാ എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് 1901 ഈ ഒരു സംവിധാനം നടപ്പിലായത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കൊരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. ഇപ്പോൾ നമ്മളിത് ആ ട്രെയിൻ വരുന്ന ആ പാളം കാണിക്കുന്നതുണ്ടോ, ഇത്രയും നേരം അത് സിറ്റിയിൽ കൂടെയാണ് വന്നത്. ഇപ്പോൾ അത് നേരെ റിവറിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഉപ്പർതാൽ ഹോഫ് ബാൻ ഹോഫ് എന്ന് പറഞ്ഞ സെൻട്രൽ സ്റ്റേഷൻ. ഇപ്പോൾ 1999 ഈ ട്രാക്കിൽ ഒരു റിനോവേഷൻ വർക്ക് നടന്നിരുന്നു. അപ്പോൾ അന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഈ ട്രാക്കിലുള്ള ഒരു മെറ്റൽ പീസ് രാത്രി അവർ കൊണ്ട് വെച്ചു, പിന്നെ രാവിലെ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു ട്രെയിൻ മെറ്റൽ പീസായിട്ട് കൊളൈഡ് ചെയ്തിട്ട്
ട്രെയിനിൻ്റെ ഒരു കാറ് താഴെ വീണു, കൊള്ളയടിച്ച് താഴെ വീണപ്പോൾ ഒരു 5 പേര് മരിച്ചു, പിന്നെ ഒരു 47 ഇഞ്ചുറീസും ഉണ്ടായി. അത് ഇതിൻ്റെ ഈ ട്രാക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ അത് വലിയ ഇൻസിഡൻറ്റ് തന്നെ ആയിരുന്നു. ഈ പറയുന്ന ട്രെയിൻ ഓടുന്നത് ഉപ്പർ എന്ന് പറയുന്ന നദിയുടെ മേലെയാണ്. ഇതേ പോന്നു ഈ താഴെ കാണുന്ന നദി ഉപ്പർ എന്ന് പറയുന്ന നദി. ഈ ഉപ്പർ എന്ന് പറയുന്ന നദി ഈ നഗരത്തിൽ കൂടി ഇങ്ങനെ വളഞ്ഞു പോവാണ്. ഇതിൻ്റെ അറ്റത്ത് ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റും ആൾക്കാർ താമസിക്കുന്നതും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നദിയിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചവറോ ഒരു പേപ്പറോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും ഉണ്ടാവില്ല. അതൊരു ഭയങ്കര മാതൃകയാണ്. ഈ ഉപ്പർ എന്ന് പറയുന്ന നദിയുടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് താറാവുകളുണ്ട്. അവിടെ ഒരു ആൺതാറാവും പെൺതാറാവും ഒഴുകി നടക്കുന്നുണ്ട്, നീന്തി പോകുന്നുണ്ട്. ഇതിനെ ആരും ശല്യപ്പെടുത്താറില്ല, അതും ആരെയും ശല്യപ്പെടുത്താറില്ല. അതിനെ ആൾക്കാർ ഉപദ്രവിക്കുകയൊന്നുമില്ല. താറാവിൻ്റെ വഴി അതിങ്ങനെ വെള്ളത്തിൽ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അതായത് സൂം ചെയ്ത് കാണുന്നുണ്ടോ? ഇതൊക്കെയാണ് ഉപ്പർത്താലിലെ കാഴ്ചകൾ. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് അടുത്ത ട്രെയിനിൽ ഞങ്ങൾ വന്ന ആ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്. അവിടെയാണ് കാറ് പാർക്ക് ചെയ്തേക്കണേ. ഞങ്ങൾ ഇനി അവിടെ നേരെ വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോൾ മാത്തു, നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം.